ഹലോ സ്റ്റുഡൻസ്, ടോപ്പ് ട്യൂഷൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ ബേസിക് സയൻസ് ചാപ്റ്റർ 4 കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്. ഈ ചാപ്റ്ററിലെ ലെറ്റസ് ആസ് എ സെക്ഷനാണ് ഇന്ന് നമ്മളുടെ ഡിസ്കഷൻ. ക്വസ്റ്റ്യൻ: വാട്ട് ചേഞ്ചസ് ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഒക്കർ ഡ്യൂറിംഗ് ദ ഫോളോയിങ് സിറ്റുവേഷൻ? താഴെ തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിലുണ്ടാകുന്ന വ്യത്യാസമാണ് നമുക്ക് പറയേണ്ടത്. പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ സോളിഡിലോ ലിക്വിഡിലോ ഗ്യാസിലേക്കുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള അറേഞ്ച്മെൻറ്റിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്. ഒരു സോളിഡ് ഫോമിൽ നിന്ന് ലിക്വിഡ് ഫോമിലേക്ക് മാറുമ്പോൾ പാർട്ടിക്കിൾസിലെ അറേഞ്ച്മെൻറ്റ്സിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? സോളിഡിൽ നല്ല ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് ഡെഫിനിറ്റ് ഷേപ്പിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പാർട്ടിക്കിൾസ് ലിക്വിഡിലേക്ക് വരുമ്പോഴേക്കും അത്ര അങ്ങോട്ട് ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കില്ല. അവർക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിളായിട്ട് ഈ കണ്ടെയ്നറിന് ഉള്ളിൽ അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് മാറാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, ആ ഡിസ്റ്റൻസ് ഇത്ര കൂടി വരും. ഈ പാർട്ടിക്കിൾ സൈസിനേക്കാൾ ഡിസ്റ്റൻസ് കൂടി അവരുടെ ആ ടൈറ്റ്ലി പാക്ഡ് ലെവലിൽ നിന്ന് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുറച്ചും കൂടി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ലെവലിലേക്ക് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എഴുതാം: ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ സ്ലൈറ്റ് ആയിട്ട് കൂടും. പാർട്ടിക്കിൾസിന് കുറച്ചും കൂടി കൂടുതൽ എനർജി കിട്ടി. സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ആകുമ്പോൾ പാർട്ടിക്കിൾസിന് കുറച്ചുകൂടി എനർജി കിട്ടി, കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് കൂടുതൽ വേഗത്തിൽ മൂവ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്കാകും പാർട്ടിക്കിൾസ്. നെക്സ്റ്റ്, ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ്. ലിക്വിഡ് ഗ്യാസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിന് എന്താണ് സംഭവിക്കുന്നത്? കുറച്ചും കൂടി ഫ്രീഡം കിട്ടി ഗ്യാസിനെ. സോളിഡിനേക്കാളും കുറച്ച് എനർജി ഇവിടെ കൂടുതൽ, ഇവിടെ കുറച്ചും കൂടി അധികം എനർജി കൂടുതൽ കിട്ടി, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സ്റ്റേജിലേക്കാണ് ഗ്യാസ് ആയി കഴിയുമ്പോൾ ആ പാർട്ടിക്കിൾസിന് സംഭവിക്കുന്നത്. ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് പിന്നെയും കൂടി കൂടുതൽ എനർജി വന്നിട്ട് ഇവർക്ക് കൂടുതൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനുള്ള സ്റ്റേജിലേക്ക് മാറും. വെൻ ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് അഗെയിൻ കൂടുതലായി ഡ്രാസ്റ്റിക് ആയിട്ട് കൂടും. അങ്ങനെ ഇവരുടെ എനർജി ലിക്വിഡ് ടു ഗ്യാസ് ആകുമ്പോൾ മോർ എനർജി ആകും. ആ എനർജി വെച്ചിട്ട് കൂടുതൽ ഫ്രീ ആയിട്ട് ഈവൻ കണ്ടെയ്നറിന് വെളിയിലേക്കും മൂവ് ചെയ്യാനുള്ള ആ എനർജി ലെവല് ഗെയിൻ ചെയ്യും പാർട്ടിക്കിൾസ്. നെക്സ്റ്റ് സിറ്റുവേഷൻ: വെൻ ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ്. ഗ്യാസ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ലിക്വിഡിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവിടെ ഗ്യാസിന് കൂടുതൽ ഫ്രീഡമായിട്ട് കൂടുതൽ ഡിസ്റ്റൻസിൽ നിന്നിരുന്ന ആ പാർട്ടിക്കിൾസ് കുറച്ചും കൂടി അടുത്ത് വരും. അതായത് പാർട്ടിക്കിൾസ് കുറച്ചും കൂടി അടുത്ത് വരും. അവരുടെ എനർജി ലെവൽ കുറച്ചും കൂടി സാവധാനത്തിലുള്ള മൂവ്മെൻ്റ് ആണ് ലിക്വിഡ് സ്റ്റേജിലേക്ക് പറ്റുള്ളൂ. അപ്പോൾ ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് വരുമ്പോൾ ഡിസ്റ്റൻസ് കുറയും, പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും, അവരുടെ എനർജി ലെവൽ കുറഞ്ഞിട്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുള്ളൂ. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദ മെയിൻ ഫോം ഓഫ് എനർജി ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ് ഡ്യൂറിംഗ് ദ ഗിവൺ റിയാക്ഷൻസ്? താഴെ തന്നിരിക്കുന്ന റിയാക്ഷൻസിൽ ഏത് എനർജിയാണ് മെയിനായിട്ട് ലിബറേറ്റഡോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തിരിക്കുന്നതോ, അതായത് എനർജി എടുത്തിരിക്കുന്നതോ അതോ പുറന്തള്ളിയിരിക്കുന്ന ഏത് എനർജിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ആ റിയാക്ഷൻ്റെ ടൈപ്പ് കൂടി എഴുതാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സിറ്റുവേഷൻ എന്താണ്? അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട്സ്. റിയാക്ഷൻ നടക്കുന്നത് അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ്. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് എനർജിയാണ് ലിബറേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നതോ? എന്താണ്? അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരിക്കുന്നത്, ഈ റിയാക്ഷൻ നടന്ന ആ കണ്ടെയ്നറിലെ ആ കണ്ടെയ്നറിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്യും. റൂം ടെമ്പറേച്ചറിൽ നിന്ന് ഒരു -25 ഡിഗ്രിയിലേക്കൊക്കെ ഡ്രോപ്പ് ചെയ്യും. അതായത് ഈ എൻവയറൺമെൻറ്റിൽ നിന്ന്, ഈ കണ്ടെയ്നറിൽ നിന്ന് ഉള്ള ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്ത്, തെർമൽ എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ആ റിയാക്ഷൻ നടന്നത്. അതുകൊണ്ടാണ് കണ്ടെയ്നർ തണുത്തത്. അതായത് ഇത് ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനാണ്. അത്
അത്തരം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് എൻഡോതെർമിക്. അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ് റിയാക്ഷൻ ഒരു ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനാണ്. അതുകൊണ്ട് അതിന് പേര് പറയുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് കോട്ടിംഗ് ആൻഡ് അയൺ ബാങ്കിൾ വിത്ത് കോപ്പർ. ഒരു അയൺ ബാങ്കിളിനെ കോപ്പർ വെച്ചിട്ട് കോട്ട് ചെയ്യുന്ന ആ റിയാക്ഷനിൽ എന്ത് എനർജിയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്, അതിൻ്റെ ടൈപ്പും നമുക്ക് പറയണം. അയൺ ബാങ്കിളിൽ ഒരു കോപ്പർ കോട്ട് ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് വഴിയാണ്. അതായത് ഇലക്ട്രിക്കൽ എനർജി, ഇത് ഇലക്ട്രോഡ്സ് നമുക്ക് കോപ്പർ പ്ലേറ്റിന് ഉള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇത് കോപ്പർ ആനോഡും സിൽവർ കാഥോഡും വെച്ചിട്ട് ഈ ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് ഒരു അറേഞ്ച്മെൻറ്റ്, ഇത് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നാണ് ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിന് ഉള്ളത്. ഇവിടെ ഈ റിയാക്ഷൻ്റെ ഫലമായി ഇലക്ട്രിക്കൽ എനർജി വന്ന് ഈ ആനോഡിലും കാഥോഡിലും ഉള്ള ഇവിടെയുള്ള റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് ബാങ്കിളിലേക്കുള്ള കോപ്പർ പ്ലേറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ റിയാക്ഷൻ നടക്കാനുള്ള എനർജി കൊടുത്തത് ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ കൊടുത്തത്. ഈ ബാറ്ററി എന്നുള്ള ഇലക്ട്രിക്കൽ എനർജിയാണ് കൊടുത്തത്. ഈ ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ഈ ഇത്തരം പ്രവർത്തനം നമ്മൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ, അതായത് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ട്, അത് വെച്ചിട്ട് ഒരു എനർജിയിൽ ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് നടന്നു. അത്തരം കെമിക്കൽ റിയാക്ഷൻസ് ഈ ഇലക്ട്രിസിറ്റി ഇൻവോൾവ് ചെയ്ത് ഇലക്ട്രോൺ ഫ്ലോ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഈ ഇത്തരം കെമിക്കൽ റിയാക്ഷൻസിന് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് പറയും. ഇവിടെ ഈ ഇത്തരം ഒരു മെറ്റാലിക് കോട്ടിംഗ് ഒരു മെറ്റലിന് മേലെ കൊടുക്കുന്ന ഇതിനെ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നാണ് സ്പെസിഫിക്കലി പറയുന്നത്. അപ്പോൾ ഇതൊരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ്. കാരണം ഇലക്ട്രോൺ ഫ്ലോ ഉപയോഗിച്ച ഒരു കെമിക്കൽ റിയാക്ഷൻ, അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഗ്ലോയിങ് ഓഫ് ഫയർഫ്ലൈ. ഒരു ഫയർഫ്ലൈ ഗ്ലോ ചെയ്യണ റിയാക്ഷൻ, അത് ഒരു ലിവിങ് ഓർഗാനിസം അതിൻ്റെ ബോഡിക്കുള്ളിലുള്ള ആ ഒരു കെമിക്കൽ റിയാക്ഷൻ വെച്ചിട്ട് ആ ലൈറ്റ് എനർജി ആണ് വരുന്നത്. ലൈറ്റ് എനർജി അതായത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്നാണ് ഈ ഫയർഫ്ലൈയിലെ ആ ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്നത്. ഫോട്ടോ മീൻസ് ലൈറ്റ്, ലൈറ്റ് എനർജി ഉപയോഗിച്ചിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ, അതിൻ്റെ ബോഡിയിലുള്ള കെമിക്കൽ റിയാക്ഷൻ നടന്നു ഫോട്ടോ എനർജി ഉപയോഗിച്ച്, ലൈറ്റ് എനർജി ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ അതൊരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിലുള്ള ഈ റിയാക്ഷൻ നടക്കുന്നത് കാരണം അതിനെ സ്പെസിഫിക്കലായി ബയോലൂമിനസെൻസ് കൂടി പറയും. അപ്പോൾ ഫയർഫ്ലൈയിലുള്ളത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവിങ് ഫോട്ടോ ഓർ ലൈറ്റ്. നെക്സ്റ്റ് ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. അപ്പോൾ എങ്ങനെയാണ്, ഏത് എനർജിയാണ് ലിബറേറ്റ് ചെയ്യുന്നതോ അബ്സോർബ് ചെയ്യുന്നതോ? ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് നടക്കുമ്പോൾ ഇത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസിഷൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ്. ഹീറ്റ് എനർജി വെച്ചിട്ട് ചൂടാക്കിയിട്ടാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് എനർജി അബ്സോർബ് ചെയ്തിരിക്കുന്നത്. എനർജി അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ പറയും എൻഡോതെർമിക് റിയാക്ഷൻസ്. അപ്പോൾ ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എനർജി, എന്ത് എനർജിയാണ്? ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തു, എൻഡോതെർമിക് ആണ് ആ റിയാക്ഷൻ. നെക്സ്റ്റ് LED ലൈറ്റിംഗ് യൂസിങ് ലെമൺസ് ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്ത് ഒരു LED ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കത്തിക്കുന്നു. അതായത് ഇവിടെ ലൈറ്റ് എനർജി ജനറേറ്റ് ചെയ്തു കെമിക്കൽ റിയാക്ഷൻ വെച്ചിട്ട്. ഈ കെമിക്കൽ റിയാക്ഷൻ വെച്ചിട്ട് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ ചെയ്തിരിക്കുന്നത്. ഇതും ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ ചേഞ്ചും ഉൾപ്പെടുന്ന ഇതും ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്നാണ് അറിയുന്നത്. ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് വരുന്നത്. ഇലക്ട്രിക്കൽ എനർജി ഈസ് ലിബറേറ്റഡ് ആൻഡ് ദിസ് ഈസ് ആൻ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question. Heat some crystals of potassium permanganate in a dry test tube. ഒരു
ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഹീറ്റ് ചെയ്യുക. ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാച്ച് സ്റ്റിക്കോ ഒരു വടിയോ എന്തെങ്കിലും ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിൽ കൊണ്ടുവരിക. നമ്മുടെ ഒബ്സർവേഷൻ എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ ഹീറ്റ് ചെയ്താലുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഫലമായിട്ട് എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്യും. അതായത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് KMnO4 ഹീറ്റ് ചെയ്യുമ്പോൾ ഡീകമ്പോസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഹീറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഒരു കളർ ചേഞ്ച് ആണ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ ഈ കളർ ചേഞ്ച് ആകും. പിന്നെ ഡീകമ്പോസ് ചെയ്ത് വരുന്നതിൽ ഒരു പ്രോഡക്റ്റ് ഓക്സിജനാണ്. അപ്പോൾ നമ്മളൊരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ മാച്ച് സ്റ്റിക്ക് നല്ല ബ്രൈറ്ററായിട്ട് കത്തും. അതായത് ഓക്സിജൻ എപ്പോഴും കത്താൻ ഹെൽപ്പ് ചെയ്യുന്ന എലമെൻ്റ് ആണല്ലോ. അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഫലമായി പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ ഡീകമ്പോസിഷൻ്റെ ഫലമായി ഓക്സിജൻ ഗ്യാസ് ജനറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് മാച്ച് സ്റ്റിക്ക് ഒരു മൗത്തിൽ കാണിക്കുന്ന ആ കത്തിച്ച ആ മാച്ച് സ്റ്റിക്ക് നല്ല ബ്രൈറ്ററായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഒബ്സർവേഷൻ, കളർ ചേഞ്ച് ഉണ്ടാകും. ഹീറ്റ് ചെയ്യുമ്പോൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്യും, അത് കളർ ചേഞ്ചും കാണിക്കും. ഈ മാച്ച് സ്റ്റിക്ക് നല്ല ബ്രൈറ്ററായി കത്തും. അത് രണ്ടുമാണ് നമ്മുടെ ഒബ്സർവേഷൻസ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ഗ്യാസ് പ്രോഡക്റ്റ് ഫോംഡ്? പ്രോഡക്റ്റായി വന്ന ഗ്യാസ് ഏതാണ്? നമ്മൾ കണ്ടു, ഓക്സിജൻ. ഓക്സിജനാണ് കൂടുതൽ കത്താൻ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ മാച്ച് സ്റ്റിക്ക് കാണിച്ചത് കൂടുതൽ ബ്രൈറ്ററായി കത്തിക്കൊണ്ടിരുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് ദിസ്? ഇത്തരം റിയാക്ഷൻസിന് എന്താ പറയുന്നത്? പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്ത്, തെർമൽ എനർജി അബ്സോർബ് ചെയ്ത് എടുത്തിട്ട് ആണ് അതിൻ്റെ ഡീകമ്പോസിഷൻ നടന്നത്. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസിന് നമ്മൾ എന്താ പറയുക? എൻഡോതെർമിക് റിയാക്ഷൻസ്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? ഇത് ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഈസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ. ക്വസ്റ്റ്യൻ, ഒരു വൈറ്റ് ക്ലോത്ത് സിൽവർ നൈട്രേറ്റിൽ മുക്കിയിട്ട് സൂര്യപ്രകാശത്തിലിട്ടു, സൺലൈറ്റിലിട്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ക്ലോത്ത് ഒരു ഡാർക്ക് കളറിലേക്ക് മാറിപ്പോയി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് ഫോം ഓഫ് എനർജി ആണ് ഈ പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നതെന്നാണ്. ഏത് ഫോം ഓഫ് എനർജിയാണ്? നമ്മൾ സൺലൈറ്റിലാണ് ഇട്ടിരിക്കുന്നത്. വേറെ എനർജി ഒന്നും നമ്മൾ കൊടുത്തില്ല. ആകെ കൊടുത്തത് സൺലൈറ്റിലാണ് ഇട്ടിരുന്നത്. സൺലൈറ്റിലുള്ള ആ ലൈറ്റ് എനർജിയാണ് ഈ കെമിക്കൽ റിയാക്ഷന് റെസ്പോൺസിബിൾ ആയത്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ക്ലോത്തിലുള്ള ഈ സിൽവർ നൈട്രേറ്റ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്തിട്ട് സിൽവറും നൈട്രജൻ ഡയോക്സൈഡും ഓക്സിജനുമായിട്ട് മാറും. സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് പ്രോഡക്റ്റിലേക്കാക്കി ഡീകമ്പോസ് ചെയ്ത് വരും. ആ ഡീകമ്പോസ് ചെയ്ത് വരുന്ന ഈ സിൽവർ ഇല്ലേ, അത് ഡാർക്ക് കളറിലാണ് ഉള്ളത്, ആക്ച്വൽ കളറിൽ. അതുകൊണ്ടാണ് നമുക്ക് ആ സിൽവർ നൈട്രേറ്റിൻ്റെ ഡീകമ്പോസിഷൻ വഴി സിൽവർ ഡാർക്ക് കളറിലേക്കുള്ള ആ സിൽവറിലേക്ക് വരുമ്പോഴാണ് ആ ക്ലോത്ത് നമുക്ക് ഡാർക്ക് കളറിലേക്കായി മാറിപ്പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എനർജി ലൈറ്റ് എനർജി. വാട്ട് ഈസ് ദ ജനറൽ നെയിം ഓഫ് ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? ഈ റിയാക്ഷൻസിൻ്റെ ജനറൽ പേരെന്താണ്? ഇത് ലൈറ്റ് എനർജി, അതായത് ഫോട്ടോ എനർജി ഇൻവോൾവ് ആണല്ലോ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ലൈറ്റിനെ പറയുന്നതാണല്ലോ ഫോട്ടോ. ലൈറ്റ് എനർജി ഇൻവോൾവ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ, അതിനെ നമ്മൾ പറയും ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് സിൽവർ നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്ത് ഡാർക്ക് കളറിലേക്ക് സിൽവറായ എലമെൻറ്റിലേക്ക് മാറുമ്പോൾ നമുക്കിത് ആ ക്ലോത്ത് ഡാർക്ക് കളറിൽ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. Subscribe to this channel for more videos like this. Question. Sodium metal reacts with water to give new substance. സോഡിയം മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ആർ ദ റിയാക്റ്റൻസ് ഇൻ ദിസ് റിയാക്ഷൻ? ഈ പറഞ്ഞ റിയാക്ഷനിലെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്?
നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മെറ്റൽ ഏതാണ്, സോഡിയവും വാട്ടറും റിയാക്ട് ചെയ്തിട്ടാണ് പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായത്. അപ്പോൾ റിയാക്ഷൻസിൽ ഏർപ്പെട്ടത് ഏതൊക്കെയാ, സോഡിയവും വാട്ടർ, സോഡിയം Na വാട്ടർ H2O. അപ്പോൾ ഇത് രണ്ടുമാണ്, സോഡിയവും വാട്ടറുമാണ് റിയാക്റ്റൻസ്. റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസിൽ ഏർപ്പെടുന്ന ആ സബ്സ്റ്റൻസ്, തുടക്കത്തിൽ നമ്മൾ എടുത്ത ആ സബ്സ്റ്റൻസ് ആണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ സോഡിയവും വാട്ടറുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ പ്രോഡക്ട്സ് ഫോംഡ്? സോഡിയവും വാട്ടറും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പ്രോഡക്ട്സ് ഇത് രണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, ഹൈഡ്രജൻ ഗ്യാസ് H2. ഇവിടെ ഒരു അഡീഷണൽ ഇൻഫർമേഷനും കൂടി പറയുന്നു. ഇവിടെ ഈ റിയാക്ഷൻ നടക്കുന്നത് വാട്ടറും സോഡിയവും റിയാക്ഷൻ നടക്കുമ്പോൾ അതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. അതായത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ അഡീഷണൽ ഹീറ്റ് ഈ റിയാക്ഷൻ നടക്കാൻ നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ ഈ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഈ റിയാക്ഷൻ്റെ ഫലമായി ഹീറ്റ് എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഹീറ്റ് എനർജി റിലീസ് ചെയ്യുമ്പോൾ അത്തരം റിയാക്ഷൻസിന് നമ്മൾ പറയും എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിനൊക്കെ നമുക്ക് സോഡിയം മെറ്റൽ റിയാക്ട്സ് വിത്ത് വാട്ടർ, സോഡിയവും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ എക്സോതെർമിക് റിയാക്ഷന് ഉദാഹരണമാണ്. ഹീറ്റ് എനർജി അവിടെ റിലീസ് ചെയ്യപ്പെടുവാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ സോഡിയവും വാട്ടറും റിയാക്ട് ചെയ്ത് കിട്ടുന്ന അടുത്ത ഒരു പ്രോഡക്റ്റാണ് ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും പോപ്പ് സൗണ്ടോടുകൂടി ഒരു എലമെൻറ്റ് റിലീസായി ഏത് ഗ്യാസാണ്, അങ്ങനെയൊക്കെ ആണെന്നാലും അത് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടിയാണ് അത് പോപ്പ് സൗണ്ടോട് കൂടിയിട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോഡിയം വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. ഹൈഡ്രജൻ ആണ് ഒരു വൺ ഓഫ് ദ പ്രോഡക്ട്സ്. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.